കോഴിക്കോട് തിരുവണ്ണൂർ ക്ഷേത്രക്കുളത്തിൽ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. അഗ്നിരക്ഷാസേന എത്തി മൃതദേഹം പുറത്തെടുത്തു. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. സരീഷ് പി കെയാണ് വിവരങ്ങളുമായി ചേരുന്നത്. സരീഷ്, ആരുടെ മൃതദേഹമാണ് എന്ന് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ടോ? എന്താണ് മറ്റു വിശദാംശങ്ങൾ? നിലവിൽ ആരുടെ മൃതദേഹമാണ് എന്ന് കണ്ടെത്താനായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. ഇന്ന് രാവിലെ 8 മണിയോടെയാണ് ഈ ക്ഷേത്രക്കുളത്തിൽ മൃതദേഹം കണ്ടെത്തുന്നത്. ക്ഷേത്രത്തിലേക്ക് കയറുന്നതിന് മുൻപ് കുളത്തിലിറങ്ങുകയും കൈകാലുകൾ ശുദ്ധി വരുത്തി ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നതാണ് ഇവിടുത്തെ ചടങ്ങ്. അങ്ങനെ രാവിലെ ക്ഷേത്രത്തിലേക്ക് എത്തിയവരാണ് ഈ കുളത്തിന് നടുവിലായി ഒരു മനുഷ്യന്റെ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് നാട്ടുകാർ ഫയർഫോഴ്സിൽ മീഞ്ചന്ത ഫയർഫോഴ്സിൽ വിവരമറിയിക്കുകയായിരുന്നു. അവരെത്തിയാണ് ഈ മൃതദേഹം കരയ്ക്ക് എത്തിച്ചത്. ആദ്യഘട്ടത്തിൽ സമീപവാസികൾ വല്ലതുമാണോ അല്ലെങ്കിൽ അബദ്ധത്തിൽ കാലുതരുതി ഈ കുളത്തിൽ വീണതാണോ എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് പരിസരവാസികളോടൊക്കെ സംസാരിച്ചപ്പോൾ അത് നാട്ടുകാരല്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി. പിന്നീടാണ് പോലീസ് ഈ സ്ഥലത്തേക്ക് എത്തുന്നത്. നിലവിൽ ഈ മൃതദേഹം ബേപ്പൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആരാണ് എന്ന കാര്യത്തിൽ ഇതുവരെ കണ്ടെത്താൻ ആയിട്ടില്ല. എന്തായാലും നിലവിൽ ഈ ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ പ്രസിദ്ധീകരിക്കുകയും അതോടൊപ്പം തന്നെ ബേപ്പൂരിലെയും സമീപ പ്രദേശങ്ങളിലെയും പോലീസ് സ്റ്റേഷനുകളിൽ വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും മിസ്സിംഗ് കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നാണ് പ്രാഥമികമായി അന്വേഷിക്കുന്നത്. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചായിരിക്കും ഇദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുക.